പോയി അന്വേഷണം തുടങ്ങിയതാ. വന്നവരോടും പോന്നവരോടും ഉപ്പ ചെയ്ത നെറുകേടിന് ഉമ്മയെന്നല്ല ആരും പൊറുക്കൂല. ഇതുവരെ ഞാൻ കരുതിയത് എന്റെ ഉമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്നാ. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും എന്റെ പ്രതീക്ഷയെല്ലാം പോയി പോന്ന പോലെ. എടി നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, എല്ലാം ശരിയാവും. എടി നീ റെഡി ആവുന്നില്ലേ? നമുക്ക് പോണ്ടേ? എന്നാ ഞാൻ പെട്ടെന്ന് റെഡിയാവാം. ഷഹാന നീ റെഡിയാവാ. അയ്യോ ഷഹാന വന്ന് ശരിയാവില്ല. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു മീറ്റിംഗിന്റെ കാര്യം. ലേറ്റ് ആവും. നീ പെട്ടെന്ന് വാട്ടാ, ഞാൻ താഴെ ഉണ്ടേ. എടി നീ അവിടെ നിന്നേ. നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവ്. ഡാഡി ദിവ്യ, നിന്റെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എനിക്കെന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. എന്നിട്ടാണോ നീ ഇങ്ങനെ ഇരിക്കുന്നേ? അവക്കും സങ്കടമുണ്ട്. നീ എന്തോ ഒരു അകൽച്ച കാണിക്കുന്ന പോലെ ഒരു തോന്നൽ അവക്കും ഉണ്ട്. എനിക്ക് ആരോട് ദേഷ്യം അകൽച്ചയൊന്നുമില്ല. നീ ഒന്നും മിണ്ടാതിരിക്കും. ആ പോവാ. ഹലോ ഹലോ, ആരാ? ഇത് ദിവ്യല്ലേ സംസാരിക്കുന്നേ? അതെ. ഞാൻ നാട്ടീന്നാ. ഫൈസലിന്റെ ഇത്ത ആയിഷ. ആയിഷ. ഫൈസൽ പറഞ്ഞിട്ടുണ്ട് ആയിഷനെ കുറിച്ച്. പറയൂ. തിരക്കിലാണോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇല്ല, പറഞ്ഞോളൂ. അല്ല, വേറൊന്നുമല്ല. ഫൈസലിന്റെ കല്യാണക്കാരിയാ. അവൻ ഈ പ്രാവശ്യം നാട്ടി വരുമ്പോ ഞങ്ങൾക്ക് അവനെ കെട്ടിക്കാനാ പ്ലാൻ. ഇതിപ്പോ എന്നോട് പറയുന്നത് എന്തിനാ? അല്ല, അവിടെ ഫൈസലിന് ഒരാളെ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ. ആയിഷ, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ? ഫ്രീ ആവുമ്പോ ഒന്ന് വിളിക്കണേ. ശരി. ആയിഷയാണ്. പോവാം. എന്തായി സാബിക്കാം? ഇന്റർവ്യൂ കഴിഞ്ഞു. ഞങ്ങൾ വന്നോണ്ടിരിക്കുക. നീ എവിടെയാ? ഞാനിപ്പോ ഓഫീസിലാണുള്ളത്. ഞാനേ ഷോപ്പിന്റെ അവിടെ എത്താറായി. ഷഹാനയെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, നിങ്ങൾ അവിടെ നിന്നോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. ഓക്കെ. طيب ولا يهمك انا وحدي بوصل. Khalid, I'm leaving now. I'll see you in the evening. اوكي Bye. see you. ഫൈസൽ, سامحني عاد انا كان في حد يكلمني. നാം തളർന്നു വീണതോ തകർന്നു പോയതോ അവരറിയണ്ട. നാം വസന്തത്തെ വരവേൽക്കാൻ ഇലകൾ പൊഴിക്കുകയാണെന്ന് അവർ ധരിച്ചോട്ടെ. എപ്പോ ലാൻഡ് ചെയ്തു? ലാൻഡ് ചെയ്തു, ഒരു ചായയും കുടിച്ചു. ഇതാണ് നീ പറഞ്ഞ കുട്ടിയല്ലേ? അതെ. നിങ്ങളേതൊരു ഇന്റർവ്യൂവിന് പോയിരിക്കാന്ന് പറഞ്ഞവൻ? അതെ, ഞങ്ങൾ പോയിട്ട് വരണ വഴിയാ. ഞാനും അന്വേഷിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഉണ്ടാവും മോളുടെ ഉമ്മ. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം, അല്ലടാ? കണ്ടാലും ഇല്ലെങ്കിലും മോളുടെ അമ്മ ഭാഗ്യവതിയാ. അന്വേഷിക്കാൻ ഒരു മോളുണ്ടായല്ലോ. എന്നെ അന്വേഷിക്കാൻ ആരുമില്ല. ഇല്ലാന്നല്ല, ആർക്കും വേണ്ട. മാങ്ങ കഴിഞ്ഞ പിന്നെ മാവിന്റെ ചോട്ടിൽ എന്ത് കാര്യം, അല്ലടാ? ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഭരതൻ 10-40 വർഷമായിട്ട് ഈ ഒമാനിൽ തന്നെ ഉണ്ട്. ഞാൻ ഇറങ്ങട്ടാ. ഉമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാട്ടോ. എന്തെല്ലാം ജോലികൾ ചെയ്ത മനുഷ്യനാ. എല്ലാം തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ടാ. എന്നിട്ട് എന്തുണ്ടായി? പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് പുള്ളി ജീവിക്കുന്നത് പുള്ളിക്ക് വേണ്ടി മാത്രമാ. പുള്ളിയുടെ ഇഷ്ടങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു യാത്ര. ഒരു പ്രശ്നമില്ല. ഈ ജോലി മോൾക്ക് തന്നെ സാബിക, ഞാൻ ലേറ്റ് ആയോ? ഇല്ല, ഇരിക്കെ. നമ്മുടെ ഭരതേട്ടൻ വന്നിട്ടുണ്ടായിരുന്നടാ. ആണോ? ഇതപ്പോ പോയല്ലോ. നിനക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? എനിക്ക് ഒരു ചായ. ഞാൻ പറയാം. വേണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. സമൂസ വേണ്ടേ? ഓ, അതില്ലാതെ നിനക്കെന്ത് ചായ? ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം.
സലീം ഖാൻ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ ശരി. ശരി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ ഇന്നലെ ഈവനിങ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തേ ഫോൺ എടുക്കാഞ്ഞ്? ഞാൻ കണ്ടില്ല. മിസ് കോളും കണ്ടില്ല? കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായല്ലോ, കോള് കണ്ടില്ലേ? അപ്പൊ കണ്ടില്ല, പിന്നെ കണ്ടത്. തിരിച്ചു വിളിക്കാൻ വിട്ടുപോയി. അതോ തിരിച്ചു വിളിക്കാൻ പറ്റാത്ത വിധത്തിൽ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? അതങ്ങനെ ചോദിച്ചു. Excuse me, madam. യാ. You told me before about Shahana's job. Do you have her CV with you? Because tomorrow I'm going to show her with our boss, so I can handle it to him. I have it with me here. Oh. Come. ഡാ വരുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞു. ഞാനിവനോട് അപ്പഴേ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കിയത് നമ്മുടെ സർക്കാർ തീർന്നത്. ഉണ്ടാക്കിയതല്ലേ? പിന്നെ അല്ലാണ്ട് ബീഫും കിട്ടി കഴിക്കും. അറിയാം. സൂപ്പർ. ഇതും കഴിക്കേ. സ്പെഷ്യലാണ്. വലൈക്കും സലാം. സാബിക്കല്ലേ? അതെ. ഞാൻ കബീർ. ആ ഒന്ന് സംസാരിക്കാണ്ടായിരുന്നു. ഇരിക്കെ, നിങ്ങൾ കഴിക്കട്ടെ, ഞാൻ പോരാ. കഴിക്കടാ. നിങ്ങൾ എവിടുന്ന? കൊള്ളാലേ. സൂപ്പറാണ്. ഞാൻ കോഴിക്കോടുന്ന ആഹാ. ഒരു വിസിറ്റിന് വന്നതാ. നാട്ടിലൊരു പെരപ്പണിയൊക്കെ നടക്കുന്നുണ്ട്. 3 മാസമായി വന്നിട്ട്. ഇതുവരെ തറ പണിയാനേ പറ്റിയിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു സഹായം. എടാ ഷാവുലെ, വന്നേ. എടാ നീ ഗൾഫിൽ വന്നിട്ട് എത്ര കാലമായി? 16 കൊല്ലമായി. നീ എപ്പോഴാ വീട് വെച്ചേ? 1 വർഷം മുമ്പ്. 16 വർഷം കഷ്ടപ്പെട്ടിട്ടാ നീ വീട് വെച്ചേ? ലൈം ടീ ഇല്ല? ഒരു ലൈം ടീ തരും എനിക്ക്. എടാ എനിക്ക് ചായ വേണം. എന്തിനാണ്? നിങ്ങൾ ഇരിക്കേ. അല്ല, ഞാൻ അവൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവിടെ ഇരിക്കേ, എന്തായാലും വന്നതല്ലേ. ഇതിരിക്കട്ടെ. അല്ല വേണ്ട. ഇത് വെച്ചോ. ഇനി ആരോടെങ്കിലും പറയുമ്പോഴേ ഈ മാസക്കണക്ക് പറയായിരുന്നാ മതി. വിഷമിക്കണ്ട. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഒന്നും വേണ്ട, പിന്നെ ഒരിക്കലും. ആയിക്കോട്ടെ. ശരി ശരി. എന്തിനാ വെറുതെ അയാളെ പ്രാക്ക് കിട്ടും. അതിനെന്താ, ഞാൻ പറയും. എന്റെ വീടിന്റെ ലോണർ ചേർന്നിട്ടില്ല, നീ മുട്ട ചേർക്ക് കഴിക്ക്. അതൊരു പാവം മിസ്കിനാണ്. കണ്ടറിഞ്ഞു. അതുകൊണ്ടല്ലാന്നേ നമ്മളെ നാട്ടിൽ ഇങ്ങനെ കുറെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. സലീം ഖാൻ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മുജീബേ. ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. പിന്നെ എന്തായാലും നീ ഇവിടെ കാണുമെന്ന് തോന്നി. ഏതായാലും ഞാനീ വഴിക്കാ പോകുന്നത്. അവന് നിന്നെ കാണുകയും ചെയ്യാം. പിന്നെ നമ്മുടെ സാബിക്കയുടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നാളായി. എന്താ എനിക്ക് വേണ്ട കഴിക്കാൻ? എന്താ സ്പെഷ്യല്? എല്ലാം ഉണ്ട്. സലീം ഖാൻ, എന്തായിരുന്നു കാര്യം? എന്താ അർജന്റ് ആണോ? കുറച്ചു നേരത്തെ തലാലി വിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പോയി കണ്ട പോലീസുകാരനില്ലേ, അങ്ങേര്. ഇവിടെ ബോർഡറിൽ ഹൈമയ്ക്കടുത്ത് ഷഹാനയുടെ ഉമ്മയാണെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് പുള്ളി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഹൈമേല എവിടെയാ? കുറച്ച് ഉള്ളിലോട്ടാന്നാ പറഞ്ഞത്. ആള് പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഈ സ്ത്രീയും ആദ്യം ഉണ്ടായിരുന്നത് ബിദ്യയിലാണത്രേ. ഇവിടുന്ന് ഹൈമേലോട്ട് കുറച്ച് ദൂരല്ലേ? മാത്രല്ല ഷാനക്ക് 2 ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോണം. അറിയാം, അതാ പറഞ്ഞത്. ഞാനാണെങ്കിൽ നാളെയും മറ്റന്നാളും നല്ല തിരക്കില്ല. ഒന്ന് ഫ്രീ ആവണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആവും. മന്ദന്റെ അല്ലേ? അത് ഞാൻ കൊണ്ടുപോയിക്കോളാം. നല്ല ദൂരമുള്ളതല്ലേ, നീ ഒറ്റയ്ക്ക് പോകണ്ട. കാലിദിന്റെ വീട്ടിലെ വണ്ടി എടുത്തിട്ട് പോക്കോ. ഇവനും കൂട്ടിക്കോ. കാലിദിനെ വിളിച്ചോ. നീ ഫ്രീ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ റെഡിയാ. നീ ഇതെവിടായിരുന്നു? നിന്നോട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞല്ലേ? എടി, നിനക്കിതെന്തു പറ്റി? ഫൈസൽ. ഷാന തിരക്കിലാണോ? പറയ്. അത് വേറൊന്നല്ല, സലീം ഖാനെ കണ്ടിരുന്നു. നമ്മൾ ഇന്നലെ പോയി കണ്ട പോലീസ് ഓഫീസർ അല്ലേ, മൂപ്പര് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തൻ്റെ ഉമ്മയുടെ സാമ്യമുള്ള ഒരാളുണ്ട് അത്രേ. അപ്പൊ മൂപ്പർക്ക് ഒരു ചെറിയ
നമുക്ക് നാളെ ഒന്ന് പോയി നോക്കാം അവിടം വരെ. ഇവിടുന്ന് ഒരു 100-200 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ രാവിലെ തന്നെ ഇറങ്ങേണ്ടി വരും. ആ ഞാൻ റെഡിയായി നിൽക്കാം. ഓക്കെ, അപ്പൊ രാവിലെ കാണാം. ഓക്കെ. ആ ഫോൺ എടുക്കടി. ഹലോ. ഹലോ, എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ബിസി ആയിരുന്നു? ആ കുറച്ച് ബിസി ആയിരുന്നു. ഫൈസൽ അല്ലേ? ആ ഇല്ല. നാളെ ഷഹാനേനെയും കൂട്ടി ഹൈമ എന്ന് പറയുന്ന സ്ഥലം വരെ പോകുന്നുണ്ട്. ഷഹാനയുടെ ഉമ്മയെന്ന് സംശയമുള്ള ഒരു സ്ത്രീ ഉണ്ട് അവിടെ. ഇവിടുന്ന് ഒരു 100-200 കിലോമീറ്റർ ഉണ്ട്. ദിവ്യ ആയിരുന്നോ? ഇല്ല, വരുന്നില്ല. വാ, നമുക്ക് പോയിട്ട് വൈകിട്ട് വരാം. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. വന്ന ഷഹാനൊക്കെ ഒരു കൂട്ടാവും. ഗോ ആൻഡ് എൻജോയ് വിത്ത് ഹെർ. What? What do you mean? Hello?